Hello my dear students, welcome to the new episode. In this episode, we are discussing about different examples for simple harmonic motion. Let us start with simple pendulum. എല്ലാവർക്കും അറിയാം simple pendulum എന്താണെന്ന് അല്ലേ? A small heavy bob suspended with an inextensible string constitutes a simple pendulum. The inextensible string, ഒരു heavy bob, its mass m, freely suspended. ഇതാണ് simple pendulum. ഇപ്പോൾ ഇനീഷ്യലി നമ്മുടെ ബോബ് ഇതാ ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇനീഷ്യലി ഇവിടെയാണ്. ആ സമയത്ത് ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും, എം ജി, ടെൻഷൻ മുകളിലേക്ക് ഉണ്ടായിരിക്കും, ഇവർ ബാലൻസ്ഡ് ആയിരിക്കും, സോ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? സീറോ വരണം. എം ജി പ്ലസ് ടി ഈസ് ഈക്വൽ 0. ആ സമയത്ത് എനർജി ഉണ്ടോ? എനർജി ഉണ്ടായിരിക്കാം. ഡ്യൂ ടു ദ മാസ് ഇറ്റ് പോസസ് പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ദെൻ യു ഡിസ്റ്റർബ്, ഇതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. യു ഗീവ് സം മസ്കുലാർ എനർജി. ആ എനർജി കിട്ടിയപ്പോൾ അത് അയാൾ അങ്ങോട്ട് പോകുന്നു, അയാളൊരു വെലോസിറ്റിയിൽ അങ്ങോട്ട് പോയി സ്റ്റോപ്പ് ആവുന്നു. ഈ പോയിന്റിനെ നമുക്ക് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയാം. എക്സ്ട്രീം പൊസിഷനിൽ നിങ്ങൾക്കറിയാം, ഒന്ന് ആ ഒരു മൊമെൻറ്റിൽ അതൊന്ന് സ്റ്റോപ്പ് ആവുമല്ലോ. ആ സമയത്ത് കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തൊരു വാല്യൂലെത്തും. ദ ഇൻക്രീസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി. ദെൻ എന്ത് സംഭവിക്കും? ആ എക്സ്ട്രീമിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. വീണ്ടും ഈ പൊസിഷനിൽ ബോബ് വരുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് മാക്സിമം. മീൻ പൊസിഷൻ കൈനറ്റിക് എനർജി മാക്സിമം. ഇനേർഷ്യ കാരണം ബോഡി അതർ സൈഡിലോട്ട് പോകും. അങ്ങനെ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ബോബ് ഈസ് ഹിയർ, ഇതാ ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇതാ ഇവിടെ നിൽക്കുന്നു ബോബ്. എം മാസുള്ള ബോബ് ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. വി നോ ഇറ്റ്സ് വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. നോ ഡൗട്ട്, വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ആർ ക്രോസ് എഫ്. ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിറ്റ് എം ജി, യു റിസോൾവ് ദാറ്റ് വെയിറ്റ് ഇൻ ടു കമ്പോണൻസ്. വാട്ട് ആർ ദേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ദിസ് ഈസ് എം ജി കോസ് തീറ്റ. ഈ എം ജി കോസ് തീറ്റയും ഈ സ്ട്രിങ്ങിലെ ടെൻഷനും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. സോ ദേ വിൽ ക്യാൻസൽ ഔട്ട്. അപ്പോൾ ആരൊക്കെയാണ് ക്യാൻസൽ ആവുന്നത്? എം ജി കോസ് തീറ്റ ക്യാൻസൽസ് വിത്ത് ടെൻഷൻ. അൺബാലൻസ്ഡ് ആയ ഫോഴ്സ് ആരാണ്? എം ജി സൈൻ തീറ്റ. ഈ എം ജി സൈൻ തീറ്റ ബോബിനെ എവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യും? തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കാണേണ്ടത്? ടോർക്ക് രണ്ട് രീതി ചെയ്യാം. എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ എടുക്കാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയാലോ. എം ജി കോസ് തീറ്റയും ടിയും കൂടെ ബാലൻസ് ആയി പോയി. ബാക്കിയുള്ള എം ജി സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കാരണം ഈ പോയിന്റിനെ ബേസ് ചെയ്താണല്ലോ ഓസിലേറ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊരു പ്രൊസീജിയർ എടുക്കുന്നു. ദാ നോക്കൂ, ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വെയിറ്റ് ഇൻറ്റു പൊസിഷൻ വെക്ടർ ആണോ? അല്ല, വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് പൊസിഷൻ വെക്ടർ. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഒറിജിനായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ പൊസിഷൻ വെക്ടർ എല്ലാണ്, ബോഡിയിലേക്കുള്ള ലെങ്ത് എല്ലാണ്. നമ്മൾ ആ എല്ലിനേതായ എൽ കോസ് തീറ്റ എന്നും എൽ സൈൻ തീറ്റ എന്നായിട്ട് റിസോൾവ് ചെയ്തു. ടോർക്ക് കാണാൻ എം ജി ഇൻറ്റു എൽ ആണോ? നോ, എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എം ജി ഇൻറ്റു എൽ സൈൻ തീറ്റ. ക്ലിയർ ആയോ? അപ്പോൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. റീസ്റ്റോറിങ് ടോർക്ക്. റീസ്റ്റോറിങ് ടോർക്ക്, തിരിച്ചു കൊണ്ടുവരുന്ന ടോർക്ക്. അതായത് ഈ പൊസിഷനിൽ നിൽക്കുന്ന ബോബിനെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ടോർക്കാണ് റീസ്റ്റോറിങ് ടോർക്ക്. ഇറ്റ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എൽ സൈൻ തീറ്റ. See here we put a negative sign. Why we put a negative sign? Restoring. That torque tries the body to bring back to the initial position. Okay? But torque to restoring torque is equal to minus mg into L sin theta. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, if theta is small, sin theta approximately നമ്മൾ theta എന്ന് എഴുതാറില്ലേ? ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എം ജി എല്ലിൻ്റെ സൈൻ തീറ്റ റീപ്ലേസ്ഡ് ബൈ തീറ്റ. ഓക്കെ, ദെൻ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ഐ ആൽഫ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതായത് ഇയാളുടെ മുകളിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഉണ്ടാക്കിയ ടോർക്ക് ടോ ഈസ് ഈക്വൽ ഐ ആൽഫ. നമ്മൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ മൈനസ് എം ജി എൽ ഇൻറ്റു തീറ്റ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫയുടെ ഇക്വേഷൻ വരുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ഐ ആൽഫ, ടോ ഈസ് ഈക്വൽ മൈനസ് എം ജി എൽ ഇൻ തീറ്റ. മൈനസ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നു, റീസ്റ്റോറിങ് എന്ന് കാണിക്കാനാണ് മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു തീറ്റ ബൈ ഐ. ഇതാ കിടക്കുന്ന ഇക്വേഷൻ, എം ജി എൽ ഇൻറ്റു തീറ്റ ബൈ ഐ. ഓക്കെ, ഇനിയാണ് കമ്പാരിസൺ. ഇപ്പം നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചു. എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ഇൻറ്റു തീറ്റ ബൈ ഐ. ആംഗുലാർ എസ് എച്ച് എമ്മിൽ നമുക്ക് ആൽഫ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ആൽഫ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ ആണല്ലോ കണ്ടീഷൻ ഫോർ ആംഗുലാർ എസ് എച്ച് എം. ലീനിയർ എസ് എച്ച് എം ആണെങ്കിൽ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ആംഗുലാർ ആയതുകൊണ്ട് ഇൻറ്റു തീറ്റ. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യൂ. വാട്ട് വി വിൽ ഗെറ്റ്? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ. ഒമേഗ സ്ക്വയർ ഈസ് എം ജി എൽ ബൈ ഐ, so omega equal to root mgl divided by I. Here m is the mass of the bob or body, g is acceleration due to gravity there, L is the length of the pendulum, I is the moment of inertia of the body with respect to this point. ഈ പോയിന്റിൽ നിന്നും എൽ ഡിസ്റ്റൻസ് അകലിലെ മാസ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇതാണ് ആക്സിസ്. ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എം മാസുള്ള ബോഡി എൽ ഡിസ്റ്റൻസ് അകലെ ഓസിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിവോൾവ് ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ എം ആർ സ്ക്വയർ. ഹിയർ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, ഓർ ഹിയർ ഐ ഈസ് ഈക്വൽ എം എൽ സ്ക്വയർ. വൈ എം എൽ സ്ക്വയർ? ആർ ഈസ് ഈക്വൽ എൽ. സോ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ, ജനറൽ ഇക്വേഷൻ. ഒമേഗ റീപ്ലേസ്ഡ് ബൈ root mgl divided by I. So time period is equal root of 2π into root of I by mgl. പൈ എല്ലാവർക്കും അറിയാം വാല്യൂ. ഐ എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഐയുടെ വാല്യൂ ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഐ ഈസ് ഈക്വൽ എം എൽ സ്ക്വയർ. ഐ ഈക്വൽ ടു എം എൽ സ്ക്വയർ വന്നാൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനിലേക്ക് എത്തി. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π into root of L by G, because this I replaced by ml square, mr square or ml square. So we can prove time period of oscillation T depends on length of the wire, that is the length of the pendulum wire, and also on acceleration due to gravity there. It is independent of mass of the bob. അപ്പോൾ ഹെവി ആയിട്ടുള്ള ബോബ്, അതിൻ്റെ വാട്ട് എവർ മേ ബി ഇറ്റ്സ് മാസ്, ടൈം പീരീഡ് ഈസ് 2π ഇൻ റൂട്ട് ഓഫ് L by G ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ. നമ്മളൊരു അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എടുത്തിട്ടുണ്ട്. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ മീൻസ് ദ പെൻഡുലം എക്സിക്യൂട്ടിംഗ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ. സോ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദി പെൻഡുലം വയർ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ജനറൽ എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. ടൈം പീരീഡ് ടി ഈസ് 2π into root of I by mgl, where I is the moment of inertia. ഇവിടെ നമ്മൾ ആ ബോബ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ ആക്സിസ്, സോ I റീപ്ലേസ്ഡ് ബൈ ml സ്ക്വയർ. അത് വലിയ സ്ഫിയറൊക്കെ ആണെങ്കിൽ നമ്മൾ അയാളെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ പാരലൽ ആക്സിസ് തിയറം എല്ലാം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരേണ്ടി വരും. അപ്പോൾ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്. ബോബ് മീൻസ് ഇറ്റ്സ് എ ഹെവി ഓബ്ജക്റ്റ് ഓസിലേറ്റിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ ആക്സിസ്. ക്ലിയർ അല്ലേ? ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡിഫറെൻറ്റ് കേസുകളെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, വെരി സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെങ്കിൽ നമുക്കിതിനെ ലീനിയർ എസ് എച്ച് എം ആയിട്ടും ഡീൽ ചെയ്യാം. നോക്കാം അല്ലേ? ഇതാ തീറ്റ ഈസ് വെരി 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 സ്മോൾ, സോ ദ വാല്യൂ എഫ് എക്സ് ഈസ് ആൾസോ വെരി വെരി സ്മോൾ.
weight of the body, that is bob, is acting vertically downward. It is mg. You can resolve that mg into two components. What are they? mg cos theta and mg sin theta. ഈ എം ജി കോസ് തീറ്റ ആരുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും? ടെൻഷനുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. പിന്നെ അൺബാലൻസ്ഡ് ആയി വരുന്ന ഫോഴ്സ് ഏത് മാത്രമായിരിക്കും? എം ജി സൈൻ തീറ്റ മാത്രമല്ലേ? എം ജി സൈൻ തീറ്റ. If you imagine this theta is very, very, very small, x also very, very small. So we can assume this mg sin theta is acting towards this point. This point means mean position. നമുക്കറിയാം മോഷൻ സിമ്പിൾ ഹാർമോണിക് ആവണമെങ്കിൽ ദ ഫോഴ്സ് മസ്റ്റ് ബി ആക്ടിങ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. അപ്പോൾ ഇഫ് എക്സ് ഈസ് വെരി സ്മോൾ, ഫോർ ദ തീറ്റ ഷുഡ് ബി വെരി സ്മോൾ, ദാറ്റ് ഈസ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ. എം ജി സൈൻ തീറ്റ ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ. So the restoring force F is equal to mg sin theta, restoring force. Okay, or F restoring is equal to minus mg into theta, because sin theta small ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, sin theta replaced by theta. ഇനി നോക്കൂ, theta is equal to arc by radius. Arc by radius, arc length is x. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കണമെങ്കിൽ ദിസ് ആംഗിൾ ഷുഡ് ബി വെരി 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 സ്മോൾ, ബിലോ 6 ഡിഗ്രി, 6 ഡിഗ്രി, 6 ഡിഗ്രിക്ക് താഴെ വരണം കേട്ടോ. അപ്പോൾ എക്സ് ബൈ എൽ, തീറ്റ റീപ്ലേസ്ഡ് ബൈ എക്സ് ബൈ എൽ. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു തീറ്റ റീപ്ലേസ്ഡ് ബൈ എക്സ് ബൈ എൽ. സി ദിസ് ഇക്വേഷൻ, മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ. സോ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ എം എ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണല്ലോ. അപ്പോൾ നമ്മൾ എഴുതുന്നു ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ ബൈ, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ മാസ്. മാസ് ക്യാൻസൽ ആവുന്നു. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്, മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഈ ഇക്വേഷനെ നമുക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സുമായിട്ട് കമ്പയർ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ റൂട്ട് ജി ബൈ എൽ എന്നും ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ 2π ബൈ ഒമേഗ 2π ഇൻ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നും വരുന്നു. സോ സെയിം റിസൾട്ട്, 2π ഇൻ റൂട്ട് ഓഫ് എൽ ബൈ ജി. ഈ ഇക്വേഷനിലും നമ്മൾ അസംഷൻ നടത്തിയിട്ടുണ്ട് തീറ്റ ഈസ് വെരി സ്മോൾ. എൻ സി ആർ ടി ബുക്കിൽ സോൾവ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പെൻഡലത്തിൻ്റെ മോഷൻ ആംഗുലാർ എസ് എച്ച് എം എന്നുള്ള കൺസിഡറേഷനിലാണ്. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ മെത്തേഡിലും നമുക്ക് ഡിറൈവ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കുറച്ച് സ്പെഷ്യൽ കേസുകൾ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ പെൻഡലത്തിൻ്റെ ബോബ്, ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ ബോബ് ഓഫ് റേഡിയസ് ആർ. സോളിഡ് സ്ഫിയർ കേട്ടോ, ഹോളോ സ്ഫിയറും വരാം സോളിഡ് സ്ഫിയറും വരാം. ഞാൻ കൺസിഡർ ചെയ്യുന്നു സോളിഡ് സ്ഫിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് സിമ്പിൾ പെൻഡലത്തിൻ്റെ ബോബ് എന്ന് പറയുമ്പോൾ അതൊരു സോളിഡ് സ്ഫിയർ ആണ്. ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം കേട്ടോ. സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം ആണ് എൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ എം ജി എൽ എന്നായിരുന്നു അല്ലേ? ഐ ബൈ എം ജി എൽ അല്ലേ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഹിയർ ടി ഈസ് ഈക്വൽ 2π ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ നമുക്ക് എം എൽ സ്ക്വയർ എന്ന് എടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ദ ബോബ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ പോയിന്റ് ഓബ്ജക്റ്റ്, വെരി സ്മോൾ ഇൻ സൈസ്. പക്ഷേ ഇവിടെ നമ്മൾ സോളിഡ് സ്ഫിയർ അല്ലേ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? 2/5 mr square. It is 2/5 mr square. It is the moment of inertia of the solid sphere about, come on, ഇതിൻ്റെ ആക്സിസ്, അതായത് ഇതാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എന്തുകൂടെ എടുക്കണം? എം എൽ സ്ക്വയർ ബൈ എം ജി എൽ എന്ന് വരും. കണ്ടോ? ഇപ്പോൾ ടൈം പീരീഡ് ടി ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് 2/5 mr square പ്ലസ് എം എൽ സ്ക്വയർ ബൈ എം ജി എൽ. എം ക്യാൻസൽ ആയി പോകും. പക്ഷേ ഇക്വേഷൻ ഈസ് ഡിഫറെൻറ്റ്, നോട്ട് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അപ്പോൾ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് എടുക്കുന്നത് ഈ ബോബ് ഉണ്ടല്ലോ അതിൻ്റെ സൈസ് നെഗ്ലിജിബിൾ ആകുമ്പോഴാണ്.
അതൊരു സോളിഡ് സ്ഫിയർ എന്ന പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ml സ്ക്വയർ, ഇറ്റ് ഈസ് ml സ്ക്വയർ പ്ലസ് 2/5 mr സ്ക്വയർ. ഇഫ് ഇറ്റ് ഈസ് എ ഹോളോ സ്ഫിയർ, instead of 2/5 mr square, you substitute 2/3 mr square. Okay, that's about pendulum bob is a solid sphere of radius r. Then at the point അറിയേണ്ടത്, whatever may be the nature of the bob, time period is independent of mass of the bob if the amplitude of oscillation is very small. Say that theta is less than 15 degree. സ്റ്റാൻഡേർഡ് ബുക്കുകളിലെല്ലാം കാണുന്ന അങ്ങനെയാണ്. അതായത് നമ്മൾ ഈ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, ബോബ് ദാ ഇവിടെ എത്തി, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെന്ന് വിചാരിച്ചോളൂ, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ തീറ്റ ലെസ് ദാൻ 15 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി സൈൻ തീറ്റ ഈസികൾ തീറ്റ എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ്, time period is independent of mass and amplitude. It depends on the amplitude. It depends on amplitude when theta is greater than 15 degree. Okay? അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് നമുക്ക് പഠിക്കാനില്ല, അറിഞ്ഞിരിക്കുക. സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെങ്കിൽ മാത്രം ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഫോർ ലാർജ് വാല്യൂ ഓഫ് തീറ്റ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഇപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഓർമ്മിക്കുക, വെരി സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെങ്കിൽ മാത്രമേ ടൈം പീരീഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാവൂ. കേട്ടല്ലോ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പെൻഡുലം. കേട്ടോ, സെക്കൻഡ് പെൻഡുലം. വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? പെൻഡുലം ഇൻ വിച്ച് ടൈം പീരീഡ് 2 seconds ഈസ് കാൾഡ് സെക്കൻഡ് പെൻഡുലം. പെൻഡുലം ഇൻ വിച്ച് ടൈം പീരീഡ് 2 seconds ഈസ് കാൾഡ് സെക്കൻഡ് പെൻഡുലം. അതായത് ഒരു ഓസിലേഷന് വേണ്ടി 2 seconds എടുക്കുന്ന പെൻഡുലത്തിനെ പറയുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. നമുക്ക് എയർ സർഫസിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം ഓൺ ദ എയർ സർഫസ്? മൈ ക്വസ്റ്റ്യൻ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ടൈം പീരീഡ് t is equal to 2π into root of L/g is the equation for time period of simple pendulum. Given it is seconds pendulum, so time period is 2 seconds. 2. Okay. So 2 equal to 2π into root of L/g. 2 cancels. So L is equal to come on, L is equal to G divided by pi square. G 9.8, pi square 9 point something. Approximately G and pi square cancels. So L is approximately equal to 1. So my question, what is the length of the second pendulum on the air surface? Air surface, nearly 2 meter. Sorry, nearly 1 meter. Time period is 2 seconds, length is 1 meter. But remember, this is the length of second pendulum on earth surface. If you consider a second pendulum on moon surface, L is not 1 meter because gravity in that region is not 9.8. So ഓർമ്മിച്ച് വെച്ചോളൂ, എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. വേറെ പ്ലാനറ്റുകളാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. അതുപോലെ തന്നെ എർത്തിൽ നിന്നും ഒരു ഹൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഡെപ്തിലോട്ടോ നമ്മൾ പോയാൽ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് 1 മീറ്റർ അല്ല, പക്ഷേ ടൈം പീരീഡ് എന്തായിരിക്കും? 2 seconds. So what is second pendulum? Pendulum in which time period 2 seconds is called second pendulum. കേട്ടോ, its length is 1 meter on earth surface. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നോക്കൂ. പെൻഡുലം ഓഫ് ലാർജ് ലെങ്ത് ബട്ട് സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. എന്താ സിമ്പിൾ പെൻഡുലം? ഇവിടെ നമ്മൾ റിജിഡ്ലി ക്ലാംപ്ഡ്. ഇതാണ് നമ്മുടെ ബോബ്. ഇറ്റ്സ് മാസ് ഈസ് m. നോക്കൂ, ഇതാണ് എർത്ത് സർഫസ്. എർത്തിൻ്റെ സെൻറ്ററാണ് ഇവിടെ കാണുന്നത് O. ഇപ്പോൾ എർത്തിൻ്റെ റേഡിയസ് നമുക്ക് R എന്ന് എടുക്കാം. എർത്തിൻ്റെ റേഡിയസ് R. അപ്പോൾ ഈ എർത്ത് സർഫസിൽ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. വെരി സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണ്. ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് ടു ലാർജ്. ഇറ്റ് ഈസ് കമ്പയറബിൾ ടു റേഡിയസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ അതുമായി കമ്പയറബിൾ ആയിട്ടുള്ള ലെങ്ത് ഉള്ള പെൻഡുലമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എയർ സർഫസിൽ എ പെൻഡുലം ഹാവിങ്
very large length is oscillating. Clear ആണല്ലോ? At a particular instant, theta is the angular amplitude or ആ ഒരു particular instant ആണ് കേട്ടോ. മീൻ പൊസിഷനിൽ നിന്നും തീറ്റ ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണല്ലോ എർത്തിൻ്റെ സെൻറ്റർ. എർത്തിൻ്റെ സെൻറ്ററിലോട്ട് ബോബിൻ്റെ എന്താ ആക്ട് ചെയ്യുന്നു? വെയിറ്റ് ആക്ട് ചെയ്യുന്നു. എം ജി ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, നോട്ട് ഡൗൺവേർഡ്. ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്. ഓക്കെ, നമുക്ക് ആ ഫോഴ്സിന് ഇതാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യാം. ഇയാളെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണല്ലോ. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണ്, നോ ഡൗട്ട് ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ ഫൈ ആണല്ലോ, അപ്പോൾ ഈ ആംഗിൾ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ആരാണ്? എം ജി ഇൻറ്റു എം ജിയുടെ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ആരാണ്? എം ജി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഫൈ. അയാൾ ആരുമായിട്ട് ബാലൻസ് ആവും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ടെൻഷൻ ഇൻ ദ സ്ട്രിങ്ങുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പം അൺബാലൻസ്ഡ് ആയി വരുന്ന ഫോഴ്സ് ഏതാണ്? ഇതാ ഈ കമ്പോണൻ്റ് ആണ്. ഈ കമ്പോണൻറ്റ് നമുക്ക് എന്തായിട്ട് എഴുതാം? എം ജി ഇൻറ്റു ഇത് കോസ് കമ്പോണൻ്റ് ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് അല്ലേ? സൈൻ തീറ്റ പ്ലസ് ഫൈ. ഓക്കെ, സൈൻ തീറ്റ പ്ലസ് ഫൈ. അപ്പോൾ ഈ കമ്പോണൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ബോബനെ വീണ്ടും പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഇനേർഷ്യക്കാരൻ അതർ സൈഡിലോട്ട് പോകുന്നു. ദെൻ അവൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഇതാ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഇങ്ങോട്ട് വരുന്ന കമ്പോണൻ്റ് ഏതാണ്? വെയിറ്റ് ഇതാ ഇവിടേക്കുണ്ട്, വെയിറ്റ് എം ജി ഇവിടേക്കുണ്ട്. അപ്പോൾ ഈ കമ്പോണൻ്റ് എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു സി എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഫൈ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, എന്തിനാ മൈനസ് സൈൻ? ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ പെൻഡുലത്തിനെ, അതായത് ഈ ബോബിനെ എവിടേക്ക് തന്നെ കൊണ്ടുവരുന്നു എന്ന് കാണിക്കാനാണ്, വീണ്ടും മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു, റീസ്റ്റോറിംഗ് എന്ന് കാണിക്കാനാണ് നമ്മളിവിടെ മൈനസ് സൈൻ ഇടുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമുക്കറിയാം മാത്തമാറ്റിക്സ്, സൈൻ തീറ്റ പ്ലസ് ഫൈവ്. തീറ്റ ആൻഡ് ഫൈ ആർ സോ സ്മോൾ. ഓൾറെഡി ഐ മെൻഷൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ് വെരി വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ പ്ലസ് ഫൈവ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് തീറ്റ പ്ലസ് ഫൈവ് എന്ന് എഴുതാലോ, നോ ഡൗട്ട്. സോ next step, sin theta plus phi is equal to theta plus phi. So our equation becomes F is equal to minus mg into theta plus phi. വീണ്ടും ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ കൊണ്ടുവരുന്നു. തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ തീറ്റ ഈസ് സൈൻ തീറ്റ, ഫൈ സൈൻ ഫൈ. അപ്പോൾ തീറ്റ പ്ലസ് ഫൈ നമ്മൾ എങ്ങനെ മാറ്റി എഴുതുന്നു? സൈൻ തീറ്റ പ്ലസ് സൈൻ ഫൈ. കാരണം നിങ്ങൾക്ക് അറിയാം തീറ്റയും ഫൈയും സ്മോൾ വാല്യൂ ആയതുകൊണ്ട്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കൂ, ഇതാണ് ബോബ്, ഇതാണല്ലോ മീൻ പൊസിഷൻ, ഇതാണ് ഒരു ഇൻസ്റ്റൻറ്റിലുള്ള എക്സ്ട്രീം പൊസിഷൻ എന്ന് വിചാരിച്ചോളൂ. ഈ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്നെടുക്കാം, എക്സ്. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഞാൻ പറഞ്ഞു സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണെങ്കിൽ ഈ ആർക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈ ലെങ്ത്തിനോട് ഈക്വൽ ആയിരിക്കും, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, സൈൻ തീറ്റ ഓർ തീറ്റ, സൈൻ തീറ്റ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ, എങ്ങനെ സൈൻ തീറ്റേനെ ഒഴിവാക്കാം? എക്സ് ഡിവൈഡഡ് ബൈ എൽ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സി സൈൻ തീറ്റ ഈസ് ഈക്വൽ എക്സ് ബൈ എൽ. ഓക്കെ, അതുപോലെ തന്നെ ഫൈ, ഇതിലേക്ക് നോക്കൂ, ഈ ട്രയാങ്കിളിലേക്ക് നോക്കൂ, ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി, കാരണം ഈ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന എർത്തിൻ്റെ സർഫസിലൂടെയാണ്, വെരി ക്ലോസ് ടു എർ സർഫസ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈ ലെങ്ത് ആരോട് ഈക്വൽ ആയിരിക്കും? എർത്തിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആയിരിക്കും, ആണല്ലോ. ബിക്കോസ് ദ ബോബ് ഈസ് ഓസിലേറ്റിംഗ് ടു ക്ലോസ് ടു എർ സർഫസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സൈൻ ഫൈ റീപ്ലേസ്ഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ ആർ, എക്സ് ബൈ ആർ. എക്സ് കോമൺ ആണല്ലോ. അപ്പോൾ എം ഇൻറ്റു എക്സ്, എം ജി ഇൻറ്റു എക്സ് ഇൻറ്റു 1/L പ്ലസ് 1/R എന്ന് വരുന്നു.
മൈനസ് സൈൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാം, റീസ്റ്റോറിംഗ് എന്ന് കാണിക്കാനാണ്. ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. എഫ് ഈസ് ഈക്വൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമുക്ക് ആരുമായി കമ്പയർ ചെയ്യാം? എഫ് ഈസ് ഈക്വൽ ടു, കമോൺ, വേണ്ട, ആക്സലറേഷൻ എ ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? എഫ് ഡിവൈഡർ ബൈ എം എന്നാണല്ലോ. അപ്പം നമുക്ക് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എം എം ക്യാൻസലായി പോവും. ബാക്കി എന്താ കിട്ടുന്നത്? മൈനസ് ജി ഇൻറ്റു 1/L പ്ലസ് 1/R ഇൻറ്റു എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ആക്സലറേഷൻ നമുക്ക് ആരുമായി കമ്പയർ ചെയ്യാം? എ ഈസിയിൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സുമായിട്ട് കമ്പയർ ചെയ്യാം. ലീനിയർ എസ് എച്ച് എം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1/L പ്ലസ് 1/R എന്നല്ലേ വരുന്നത്. ഇപ്പോൾ ഒമേഗ ഈക്വൽ ഇത് കിട്ടുന്നത് നമുക്ക് ഒമേഗ സ്ക്വയർ എക്സ് ആണ് കേട്ടോ. ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ ജി ഇൻറ്റു 1/L പ്ലസ് 1/R. അപ്പോൾ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു 1/L പ്ലസ് 1/R ആണല്ലോ. ഇപ്പം ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം. എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോയി എക്സ്ട്രീമിൽ തന്നെ തിരിച്ചു വരാനുള്ള ടൈം. അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രീമിൽ പോയി തിരിച്ചു വന്നു, ഈ സൈഡിലോട്ട് പോയി തിരിച്ചു വരാനുള്ള ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നല്ലേ. ഇപ്പോൾ 2π/ω റൂട്ട് ഓഫ് ജി ഇൻറ്റു 1/L പ്ലസ് 1/R ആണല്ലോ. ഇതാണ് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് വെരി ലാർജ് and it is executing small amplitude oscillation and the bob is oscillating very close to earth surface. T is equal to 2π into root of g into 1/L plus 1/R. നിങ്ങൾ നോക്കൂ ഇനി, if L is equal to infinity എന്ന് വിചാരിച്ചോളൂ, അതായത് the length of the pendulum is very large, that is greater than the radius of the earth, is a infinity. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 2π/ω എന്നാണ്. 2π/ω. ഇപ്പോൾ 2π/ω ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു ഒരു മിനിറ്റ്, 2π ഇൻറ്റു റൂട്ട് ഓഫ് ബൈ ജി ഇൻറ്റു 1/∞ 0 പ്ലസ് 1/R ആണല്ലോ. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ എവിടേക്ക് പോകുന്നു? ന്യൂമറേറ്ററിലോട്ട് പോകുന്നു. 2π ഇൻറ്റു റൂട്ട് ഓഫ് R/G എന്ന് വരും. ഓർ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 84.6 മിനിറ്റ്സ് എന്ന് വരും. ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പോൾ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ഇൻഫിനിറ്റി? അതായത് ഈ ഓസിലേറ്റ് ചെയ്യുന്ന പെൻഡുലം ഉണ്ടല്ലോ, അതിൻ്റെ ഈ പെൻഡുലം ലെങ്ത് ഈസ് ടു ലാർജ്, സേ ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ടേക്സ് എ ടൈം 84.6 minutes to complete one oscillation, around 5,000 seconds. മനസ്സിലായോ? ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ഇൻഫിനിറ്റി? 2π into root of R/G, 84.6 minutes. വേറൊരു ക്വസ്റ്റ്യൻ പറയട്ടെ ഞാൻ നിങ്ങളോട്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത്, അങ്ങനെ വിചാരിക്കും. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പം നോക്കാം എന്താ കിട്ടുക നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ എഴുതി വെച്ച ഇക്വേഷൻ ഇതാണ്. ടി ഈസ് ഈക്വൽ ടു 2π/√ ഓഫ് ജി ഇൻറ്റു 1/R പ്ലസ് 1/R. ഞാൻ അസ്യൂം ചെയ്തു ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ എല്ലിന് പകരം നമ്മൾ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ നമ്മൾ ഇൻഫിനിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π/√ ഓഫ് ജി ഇൻറ്റു 1/R പ്ലസ് 1/R 2/R. R goes to numerator. So T is equal to 2π into root of R/2G. R/2G. It is equal to 59 minutes. 59 minutes. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം സെക്ഷനിൽ നിന്നും. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ഇൻഫിനിറ്റി? 84.6 minutes. That is 2π into root of R/G. What is the time period of simple pendulum whose length is equal to radius of the earth? 2π into root of R/2G. It is 59 minutes. In general, my question, what is the
time period of a pendulum of large length but small amplitude. General expression is T is equal to 2 pi by root of G into 1 by L plus 1 by R. Derivation നിങ്ങൾക്ക് പഠിക്കണം എന്നില്ല, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഓഫ് ദ ബുക്ക്. പക്ഷേ നിങ്ങൾക്ക് ആ ഫൈനൽ റിസൾട്ടുകൾ ഓർമ്മയുണ്ടാവണം. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. മെഡിക്കൽ സ്റ്റുഡൻസ് ആ റിസൾട്ട് മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ പെൻഡലത്തിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, 2 pi root of I by mg/L. പുതിയൊരു കേസ്, ഫിസിക്കൽ പെൻഡലം. ജനറലായി ഫിസിക്കൽ പെൻഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പെൻഡലം, എനി റിജിഡ് ബോഡി സസ്പെൻഡഡ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്, see this point, any rigid body suspended from a fixed point constitute a physical pendulum. Consider a body of mass m. ഈ ബോഡിയുടെ ആകെയുള്ള മാസ് m ആണ്. Its center of mass is at a distance d. The center of mass at a distance d. ഇതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് d. From point of suspension, ഇതാണ് point of suspension. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെൻറ്റർ ഓഫ് മാസിലോട്ടുള്ള ദൂരമാണ് d. അപ്പോൾ ഈ ദൂരം d തന്നെയാണ് കേട്ടോ, ഇതാ ഇവിടേക്കുള്ള ദൂരം d. ഇപ്പോൾ ഇനീഷ്യലി നിങ്ങൾ കണ്ടോ, ഈ ഡോട്ടഡ് പൊസിഷൻ കണ്ടില്ലേ, അങ്ങനെയായിരുന്നു റിജിഡ് ബോഡി നിന്നത്. നമ്മൾ അയാളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു, റിലീസ് ചെയ്തു. ഡിസ്റ്റർബ് ചെയ്ത് റിലീസ് ചെയ്താൽ പോയിന്റ് ഓഫ് സസ്പെൻഷനെ ബേസ് ചെയ്ത് ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു. ഇനീഷ്യലി നമ്മൾ എനർജി കൊടുത്തു, സേ മസ്കുലർ എനർജി. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. വെൻ ഇറ്റ് റീച്ചസ് ദ എക്സ്ട്രീം എൻഡ്, the entire energy converted to potential. Using that potential, it move to the other side, means return back to the initial position, but not able to stop there because due to inertia it move to the other side. Okay, so നമുക്ക് നോക്കാം. ദാ ഒരു ഇൻസ്റ്റന്റിൽ theta is the angular displacement, that is displacement from the mean position is theta, angular displacement. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണോ? നോ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ടോർക്ക് കാണാനുള്ള ഇക്വേഷനാണ് ടോ ഈസ് ഈക്വൽ ടു, കമോൺ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ കൊടുക്കുന്ന റീസ്റ്റോറിങ് ടോർക്ക് എന്ന് കാണിക്കാനാണ്. എം ജി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്, ഹിയർ എക്സ്, സീ ദിസ് ലെങ്ത് എക്സ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. In this triangle, it is clear, this is theta. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് d ആണല്ലോ, ഈ ലെങ്ത് d ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ആരാണ്? ഈ ആംഗിൾ തീറ്റയാണ് വരിക, ആണല്ലോ. ആംഗിൾ തീറ്റ വരുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് d cos തീറ്റ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള x എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അതായത് ഈ ലെങ്ത് perpendicular distance x is equal to this length is equal to d sin theta. So minus mg into x replaced by d sin theta. Again we are considering only small amplitude oscillation. അങ്ങനെയാണെങ്കിൽ ആ വെയിറ്റ് കാരണം ഉണ്ടാക്കിയ ടോർക്ക് ഉണ്ടല്ലോ, നമുക്കതിനെ എം ജി ഡി ഇൻറ്റു മൈനസ് തീറ്റ എന്നാക്കാം, ബിക്കോസ് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ. ദെൻ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു torque divided by I, because tau is equal I alpha. അപ്പോൾ alpha equal to minus mgd into theta divided by I ആണല്ലോ. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റയാണ് ജനറൽ ഇക്വേഷൻ. കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി ഡി ഡിവൈഡഡ് ബൈ ഐ എന്ന് വരുന്നു. അപ്പോൾ ഒമേഗ ഈക്വൽ റൂട്ട് എം ജി ഡി ഡിവൈഡഡ് ബൈ ഐ. ഇമ്പോർട്ടൻറ്റ്, ഒമേഗ ഈസ് ഈക്വൽ ടു root mgd by I. Omega square is equal to mgd divided by I. So omega equal root mgd divided by I. അങ്ങനെയാണെങ്കിൽ ഇയാളൊരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, സേ ഇതാണ് എക്സ്ട്രീം വിചാരിച്ചോളൂ, ഇങ്ങോട്ട് പോയി തിരിച്ചു വിടേക്കനെ വരുന്നു. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ, ടി ഈസ് 2 പൈ ബൈ ഒമേഗ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു 2 pi into root of I by mgd. സിമ്പിൾ പെൻഡലത്തിൻ്റെ ഇക്വേഷനുമായിട്ട് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ പെൻഡലം 2 pi root of I by mgl. ഇൻസ്റ്റെഡ് ഓഫ് L ഹിയർ D. എന്താണ് D? D is the separation between point of suspension and center of mass, this length.
mgd. സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഇവിടെ, ഇതാണ് ബോഡി. അപ്പോൾ ഈ ലെങ്ത് അവിടെ എല്ലായിരുന്നു. അപ്പോൾ L = d ആണ് ഇൻ കേസ് ഓഫ് സിമ്പിൾ പെൻഡലം. അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഐക്ക് പകരം md² കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് 2π√L/g എന്ന് കിട്ടിയത്. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമുക്ക് പഠിക്കാം ഫിസിക്കൽ പെൻഡലം. എനി റിജിഡ് ബോഡി സസ്പെൻഡഡ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫിസിക്കൽ പെൻഡലം. Time period of physical pendulum T is equal to 2π√I/mgd. Here I is the moment of inertia of the body about point of suspension. M is the mass of the body. G is the acceleration due to gravity. D is the center of mass il ninnum point of suspension lekkulla distance. D is the separation between point of suspension and center of mass of the body. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, നോക്കൂ. റിംഗ് ഫിസിക്കൽ പെൻഡലം, ഡിസ്ക് ഫിസിക്കൽ പെൻഡലം, റോഡ് ഫിസിക്കൽ പെൻഡലം. 3 കേസുകൾ നമുക്ക് നോക്കാം. ഇവിടെയാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു, റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. ടൈം പീരീഡ് ഓഫ് SHM കാണണം. ഒന്ന് പറയൂ നിങ്ങൾ ഇക്വേഷൻ. എന്താണ് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? ടൈം പീരീഡ് T is equal to 2π/I/mgd ആണല്ലോ. അപ്പോൾ ടൈം പീരീഡ് T is equal to 2π/I എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? I എന്ന് പറയുമ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തല്ലേ ഓസിലേറ്റ് ചെയ്യുന്നത്. ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ അത് ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അല്ലേ? ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കാണാൻ നമ്മൾ ഏത് തിയറം ഉപയോഗിക്കും? ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷൻ നമുക്കറിയാം mr² ആണല്ലേ. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. നമുക്ക് വേണ്ടത് ഈ ആക്സിസിനെ ബേസ് ചെയ്തല്ലേ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് mr² + mr² 2mr². സോ I റീപ്ലേസ്ഡ് ബൈ 2mr²/m × g × d എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഈ പ്രോബ്ലത്തിൽ r തന്നെയാണ്. സോ ബൈ r. So m cancels. So our equation is 2π come on, m cancel ചെയ്തു, ഒരു ആറും ക്യാൻസൽ ചെയ്തു, 2r/g. ഇതാണ് റിസൾട്ട്. ഇപ്പോൾ ഫിസിക്കൽ പെൻഡലം എന്ന് പറയുമ്പോൾ ഇനി റിജിഡ് ബോഡി, ക്ലിയർ അല്ലേ? ഡിസ്കിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. T is equal to 2π I എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഐയുടെ വാല്യൂ വരുന്നത്? നമുക്കറിയാം ഈ ആക്സിസിലാണ് ഡിസ്ക് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് mr²/2. പക്ഷേ ഇതാണല്ലോ ആക്സിസ് എന്ന് പറഞ്ഞത്. ഇതിനെ ബേസ് ചെയ്താണ് ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിസ് പാസിംഗ് ത്രൂ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോ ഈ ആക്സിസിലെ mr²/2 പ്ലസ് എന്ത് കൊടുക്കുന്നു? mr². അതുകൊണ്ട് 3/2 mr². സോ 3/2 mr²/m × g × d. d എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് അഗെയിൻ r ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി റിസൾട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്യൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഫിസിക്കൽ പെൻഡലാണ്. തേർഡ് കേസിലേക്ക് പോകുമ്പോൾ നമുക്ക് റോഡിലോട്ട് വരുമ്പോൾ എന്താണ് റോഡിലോട്ടുള്ള ഇക്വേഷൻ വരുന്നത്? ഫിസിക്കൽ പെൻഡലം റോഡിലോട്ട് വരുമ്പോൾ ടൈം പീരീഡ് T is equal to again 2π/I/mgd. ഓക്കെ, ടൈം പീരീഡ് T is equal to 2π/I. എത്ര വരും? ഞാൻ 1 end ആണ് ആക്സിസ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിനെ ബേസ് ചെയ്ത് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. സോ ആക്സിസ് പാസിംഗ് ത്രൂ 1 end ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്? വി നോ ഇറ്റ് ഈസ് ml²/3. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ ഒരു ആക്സിസിലൂടെയാണ് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ് ആണെങ്കിൽ ml²/12. 1 end ആണെങ്കിൽ ml²/3. തിയറം ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ ml²/3/mg. അവിടെ ശ്രദ്ധിക്കണം, ഡിയുടെ വാല്യൂ എത്രയാണ്? d is equal L ആണോ? നോ. L is equal ഇവിടെ നോക്കൂ, d is equal to L/2. എന്തുകൊണ്ടാണ് L/2? റോഡിൻ്റെ ഒരു യൂണിഫോം റോഡാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത് അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിൽ തന്നെയല്ലേ വരിക. ഇപ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ 1 end ആണ്. അപ്പോൾ 1 end തൊട്ട് സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് L/2 അല്ലേ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ഇൻറ്റു L/2. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പാർട്ട് ഡി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എനി റിജിഡ് ബോഡി
oscillating about a fixed point is called physical pendulum. Time period കാണാനുള്ള general expression 2 pi root of I by mgd, where I is the moment of inertia about that axis, d is the distance between point of suspension and center of mass. Okay.